So welcome to MathV Learning. So നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് UGC NET JRF Paper I കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസും അതുപോലെ തന്നെ കോഴ്സ് ഫീച്ചേഴ്സും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ്, അതായത് നമ്മൾ സിലബസ് അനാലിസിസ് നമുക്കറിയാം UGC NET Paper I നമുക്ക് മേജർലി 10 ഏരിയാസ് ആണ്. അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ്, നമ്മളൊരു ഹാപ്പി ന്യൂസ് കൂടി പറയാണ്. ലൈക്ക് PSC കോച്ചിങ്ങിൽ വളരെയധികം മുമ്പിട്ട് നിൽക്കുന്ന MathV Learning, വി ആർ ഓൾസോ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു സ്റ്റെപ്പ് അഹെഡ് നമ്മൾ എടുക്കുകയാണ്. UGC NET JRF കോച്ചിങ് കൂടി നമ്മൾ ഈ ഒരു ഡിസംബർ സെഷൻ ഓറിയന്റഡ് ആയിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ കോച്ചിങ് സെന്റേഴ്സ് ഓർ ഓൾ അതർ കോച്ചിങ്സ്, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചും കൂടി പാറ്റേൺ അനാലിസിസിലൂടെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി സിലബസുമായിട്ട് പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ കോണ്ടന്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൻ ഓൺലൈൻ കോഴ്സ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിലും ഓർ ഇഫ് യുവർ ബിസി മോംസ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന 7:30 to 8:30 അല്ലെങ്കിൽ 8:30 to 9:30 ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത് എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ഇഫ് എനി ഓഫ് ദ ഡേയ്സ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതിനു പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, മേജർലി നമുക്കറിയാം നമ്മുടെ പേപ്പർ 1 10 ഏരിയാസ് ആണ് വരുന്നത്. പക്ഷെ ഈ 10 ഏരിയാസും ഭയങ്കരമായിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ബിക്കോസ് നമ്മൾ കൃത്യമായിട്ട് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ലൈക്ക് ഓരോ ഏരിയയൊന്നും ഏതൊക്കെ ഏരിയാസ് എന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ കുറേ മാസങ്ങൾ ഇരുന്ന് എല്ലാ ടോപ്പിക്സും ബൈഹാർട്ടായി അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഇസ്, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ ടാക്ടിക്കലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ MathV ലേണിംഗും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് PYQ അനാലിസിസിലൂടെ ആയിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ദ ഹോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എന്താണ് UGC NET JRF എക്സാമിൽ കൂടുതലായിട്ടും വരുന്ന എക്സാം ആ ഒരു പാറ്റേണിൽ വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്, അത് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. സോ ഒരു റിവേഴ്സ് മോഡ് ഓഫ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സിമിലർലി യു വിൽ ബി ഹാവിങ് PDF നോട്ട്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി ഫോർ ബി വൺ ഇയർ എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ഇറ്റ് ഇസ് ഫോർ ₹5,509. ബട്ട് ദെൻ ദർ ഇസ് എൻ ഓഫർ. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 50 കുട്ടികൾക്ക് ഇറ്റ് വുഡ് ബി ഹാവിങ് അല്ലെങ്കിൽ ഒരു ഓഫർ ഫീ ആയിരിക്കും, ദാറ്റ് ഇസ് ₹4,409 അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് സിമിലർലി നമുക്കറിയാം UGC നെറ്റിൻ്റെ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വളരെ എന്താ പറയുക, എല്ലാ വർഷവും അവർ ഫോളോ ചെയ്തു വരുന്ന കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ പാറ്റേൺ നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ. സോ ആ ഒരു UGC നെറ്റിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ തന്നെ നമ്മൾ എല്ലാ മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റുകൾ തരുന്നതായിരിക്കും. സോ ദാറ്റ് എവറി മന്ത് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ്. അതായത് നമ്മൾ സാധാ ഒരു UGC നെറ്റ് എക്സാം എത്രത്തോളം സീരിയസ് ആയിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക, അതുപോലെ തന്നെ ആ ഒരു ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാ മാസവും പ്രാക്ടീസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് സിമിലർലി വൺ മോർ ഹൈലൈറ്റ് ഇസ് ദാറ്റ് യു വിൽ ബി ഹാവിങ് എ പേപ്പർ 1 ബ്ലൂ പ്രിന്റ്. ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെയധികം പ്രീവിയസ് ആയിട്ടുള്ള പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൻ്റെ ബേസിസിലുള്ള ഈച്ച് ആൻഡ് എവറി ഏരിയയിൽ നിന്നും വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ്
നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി വളരെയധികം എന്താ പറയുക ടൈം ഫോക്കസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി പറ്റുന്നതായിരിക്കും. സോ ദീസ് ആർ ദി മെയിൻ കോഴ്സ് ഫീച്ചേഴ്സ് ദാറ്റ് MathV Learning provides. സോ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡോണ്ട് ഹാവ് ടു ലേൺ ദി ഹോൾ സിലബസ് ടു ക്രാക്ക് UGC NET or JRF. റാദർ നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് UGC NETന്റെ ഒരു എക്സാം പാറ്റേണും PYക്ക് ോടെയാണ് ക്ലാസ്സസ് മുന്നോട്ട് പോവുക എന്നുള്ളതും യു വിൽ ബി ഗെറ്റിംഗ് എ പേപ്പർ 1 ബ്ലൂ പ്രിന്റ് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കീ ആസ്പെക്ട്. സോ ദാറ്റ് യുവർ പ്രിപ്പറേഷൻസ് വുഡ് ബി മച്ച് മോർ സ്മൂത്തർ എന്നുള്ളൊരു ആസ്പെക്ട്. ആൻഡ് അതുപോലെ തന്നെ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. സോ ഓൾ ദീസ് ആർ ആഡഡ് ബെനിഫിറ്റ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ കോഴ്സ് ഫീച്ചേഴ്സ്. സോ ഇനി നമുക്ക് നമ്മുടെ സിലബസ് അനാലിസിസിലേക്ക് പോവാം. സോ കമ്മിങ് ടു ദി പേപ്പർ 1, നമുക്കറിയാം ഇതിൽ 10 ഏരിയാസ് ആണ് ഉള്ളത്. സോ മിക്കപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംഭവം ചോദിക്കാറുണ്ട്. ബട്ട് മേജർലി പറയുകയാണെങ്കിൽ ഈ 10 ഏരിയാസിലും കറക്റ്റായിട്ട് 5 ചോദ്യങ്ങൾ എന്തായാലും വരും എന്നുള്ളതാണ്. സോ യു കാൻ സ്കിപ്പ് എനി ഏരിയ. എല്ലാ ഏരിയയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ലൈക്ക് ഈച്ച് ആൻഡ് എവറി ഏരിയ എന്ന് 5 ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവും. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഇസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ചും കൂടി നമ്മൾ BEd ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ. ബേസിക്കലി അതിൽ ടീച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് നമ്മളിവിടെ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് സം തിങ്സ് ആർ ബീങ് ഹൈലൈറ്റഡ് അല്ലെങ്കിൽ ബോൾഡ് ആക്കിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ അത് കാരണമാണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ദോസ് പാർട്സ് ബീങ് ഹൈലൈറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ഹസ് ബീൻ ബോൾഡ് എന്നുള്ളത്. ഓക്കെ, സോ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഈ പറയുന്ന പോലെ ടീച്ചിങ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് റിക്വയർമെന്റ്സ്, ഇതാണ് മേജർലി എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എപ്പോഴും ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വൺ ഓഫ് ദ മേജർ ഏരിയ എന്ന് പറയുന്നത്. സിമിലർലി വി ഹാവ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, അഡോളസെന്റ് ലേണേഴ്സ്, അഡൾട്ട് ലേണേഴ്സ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Similarly, factors affecting teaching related to teacher, learner, support material, instructional facilities. ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടും നല്ലോണം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ലേണിംഗ് എൻവയൺമെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Similarly, we have the next topic, methods of teaching in institutions of higher learning, teacher-centered versus learner-centered methods, offline versus online methods, Swayam Prabha, MOOCs, etc. സോ ഈ ഒരു ലാസ്റ്റ് പോർഷനിലും മേജർലി നമുക്ക് ചോദ്യങ്ങൾ മേജറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടീച്ചിങ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയുണ്ട്. ഇപ്പം സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ മേജർലി വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ഈസി. ഇതിൽ നിന്ന് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ 5 ആൻസേഴ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഏരിയാസ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ്. ഇപ്പം ICT ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ടീച്ചിങ് സിസ്റ്റത്തിൽ പുതിയ പുതിയ പല ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ പല ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടും അതുപോലെ തന്നെ ഇത് ഏത് സെക്ടറിൽ യൂസ് ചെയ്യുന്നതാണെന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ICT ബേസ്ഡ് സപ്പോർട്ട് സിസ്റ്റം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി വി ഹാവ് ഇവാലുവേഷൻ സിസ്റ്റം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഇതൊക്കെയാണ് ബേസിക്കലി ഇവാലുവേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. സോ മേജർലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് 10 മാർക്സ്, ദാറ്റ് ഇസ് 5, ഓരോ കറക്റ്റ് ആൻസറിനും യു വിൽ ബി ഗെറ്റിംഗ് 2 മാർക്സ്. അപ്പം 10 മാർക്സ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ് പോർഷൻ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും കൂടെ ഒരു റിസർച്ച് എത്തിക്സ്,
അതുപോലെ തന്നെ റിസർച്ച് ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സബ്ജക്ട്സും ചിലപ്പോൾ നമ്മൾ ഈ ഒരു റിസർച്ചിന്റെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഇവിടെ നമ്മൾ കുറച്ചും കൂടി റിസർച്ചിന്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൽ ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. Then we have positivism, post-positivism approach to research. Similarly, methods of research എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. എക്സ്പെരിമെന്റൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. സിമിലർലി റിസർച്ച് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ടോപ്പിക് ചൂസ് ചെയ്യുന്നു, ഒരു റിവ്യൂ കളക്ട് ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. സിമിലർലി തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്റ്റൈൽസ് ഉണ്ട്. APA ഫോർമാറ്റിൽ നമ്മൾ എഴുതാറുണ്ട്, MLA ഫോർമാറ്റിൽ നമ്മൾ എഴുതാറുണ്ട്. അതൊക്കെയാണ് ബേസിക്കലി ഒരു സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്. അതിലും അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്, ബട്ട് നോട്ട് മേജർലി റിപ്പീറ്റഡ് എന്ന് നമുക്ക് പറയാം. സിമിലർലി ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച് ആൻഡ് റിസർച്ച് എത്തിക്സ്, ഇത്രയും പോർഷൻസ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും വരുന്നത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് പേപ്പർ 1 ഒരു കോച്ചിങ് എടുക്കുന്ന ഒരു സ്റ്റുഡൻസിനോട് നമ്മൾ വളരെ ലൈക്ക് ഫ്രം ദ വെരി ബേസ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ലൈക്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദി മാക്സിമം ഓഫ് ലേണിംഗ്. എപ്പോഴും നമ്മൾ സിമ്പിൾ ടു ഡിഫിക്കൽട്ട് ഓർ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ബിക്കോസ് ഇത് രണ്ടും വളരെയധികം സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ലൈക്ക് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഏരിയാസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ്. ലൈക്ക് റിസർച്ചിന്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഒരു തീസിസിൽ നമ്മൾ ഏതൊക്കെ റെഫറൻസിങ് സ്റ്റൈൽസ് ഉപയോഗിക്കാറുണ്ട്, റിസർച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 2 വരുന്നത്. യൂണിറ്റ് 3 ഇസ് കോംപ്രിഹെൻഷൻ. ലൈക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നില്ലാത്ത, ജസ്റ്റ് പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് 5 ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റ് 3, ദാറ്റ് ഇസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ദാറ്റ് വിൽ ബി ഒരു റീഡിംഗ്, ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ ബേസിസിൽ നമുക്ക് 5 ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിലും ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ആ ടിപ്സ് ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 5 ആൻസേഴ്സ് കറക്റ്റായിട്ട് ശരിയാക്കാം എന്നുള്ളൊരു ആസ്പെക്ട്. ഓക്കെ, സോ യൂണിറ്റ് 3 ഇസ് കോംപ്രിഹെൻഷൻ. ബേസിക്കലി ദർ വുഡ് ബി എ പാസേജ് ഗിവൻ, അതിന്റെ ബേസിസിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. Then we have unit 4, that is communication. കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അതിൻ്റെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്, ഏതൊക്കെ തരത്തിലുള്ള കുറേ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഒരു കമ്പനിയിൽ തന്നെ എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഒരു മാനേജർ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അങ്ങനെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഏരിയയിൽ നിന്നും ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ വി ഹാവ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള വെർബൽ ആൻഡ് നോൺ വെർബൽ ആസ്പെക്ട്സ്. അതൊന്നും അത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് ഏരിയാസ് ആണ്. ഇന്റർകൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒക്കെ. സിമിലർലി വി ഹാവ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൽ നിന്നും ഒരു ബാരിയർ ആയിട്ട് വരുന്ന പല ഫാക്ടേഴ്സും, ചിലപ്പോൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടാവാം, ചിലപ്പം ഫിസിക്കൽ ബാരിയർ, ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദമുള്ളവർക്ക് നമ്മൾ സംസാരിച്ചാൽ ചിലപ്പം മറ്റേ ആൾക്ക് നമ്മൾ പറയുന്ന സമയം കൺവേ ആയിക്കോളണം എന്നില്ല. സോ ദർ നോയ്സ് ഇസ് എ ഫിസിക്കൽ ബാരിയർ. അപ്പം അങ്ങനെ ചില ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്, ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി അതിൽ വരുന്നത്. ആ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വി ഹാവ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ലൈക്ക് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ അല്ല മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ദെൻ വി ഹാവ് യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ നോർമലി ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുള്ള രീതിയിലല്ല, പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോൾ നമ്പേഴ്സ് കാണുമ്പോൾ ഒരു നമ്പർ ആങ്സൈറ്റി ഓർ ഭയങ്കര ടെൻഷനൊക്കെ കയറുന്ന ആളുകളോട് നമ്മൾ പറയുന്നതാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, കീപ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, ഇഫ് യു കോൺഫിഡൻറ്റ് ഇൻ മാത്സ്, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും. സോ PYQs നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്പർ സീരീസ് ചോദ്യങ്ങൾ, ലെറ്റർ സീരീസ് ക്വസ്റ്റ്യൻസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പക്ഷെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ളത് നമ്മൾ ഇൻ ഡീറ്റെയിൽ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ദി ക്ലാസ്.
ഓക്കെ, സോ അതിൽ ടൈപ്സ് ഓഫ് റീസണിങ് വരുന്നുണ്ട്. നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ്, റിലേഷൻഷിപ്പ്. നമ്മൾ PSC എക്സാംസിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ലൈക്ക് എ ഇസ് ദ മദർ ഓഫ് ബി, ബി ഇസ് ദ ഫാദർ ഓഫ് സി. അങ്ങനെയാണെങ്കിൽ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അങ്ങനത്തെ റിലേഷൻഷിപ്പ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബട്ട് മേജർലി ഇറ്റ്സ് നോട്ട് റിപ്പീറ്റഡ് ഇൻ ദ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡിൽ നമുക്കത് കാണാൻ പറ്റില്ല, അത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് വരാറില്ല. സിമിലർലി പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ടിങ്, ആവറേജസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ടു യൂണിറ്റ് 6, ദാറ്റ് ഇസ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഇസ് കുറച്ച് ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. അപ്പം അതിൽ വരുന്ന ചില സബ് ടോപ്പിക്സ് ആണ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ആർഗ്യുമെന്റ് ഫോം, സ്ട്രക്ചർ ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ്, മൂഡ് ആൻഡ് ഫിഗർ. ഇതിൽ ഈ പറയുന്ന പോലെ മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്. നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ചോദ്യങ്ങൾ വളരെയധികം പ്രഡിക്റ്റബിൾ ആണ്. ബിക്കോസ് ഒബ്വിയസ്ലി എപ്പോഴും ഫാലസീസ് റിലേറ്റഡ് ആയിട്ടുള്ള 1 or 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യവും എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ്. സോ ഈ തരത്തിൽ മൂഡ് ആൻഡ് ഫിഗർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്, connotation and denotation of terms, square of a position, evaluating and distinguishing deductive and inductive reasoning, analogies, Venn diagram, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. ലോജിക്കൽ റീസണിങ് ഇസ് എ ബിറ്റ് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. സിമിലർലി വി ഹാവ് പ്രമാണാസ് ആൻഡ് അനുപലബ്ധി. സിമിലർലി സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന, വ്യാപ്തി, ഹേത്വഭാഷാസ്, ആ ഒരു ടോപ്പിക്കിൽ നിന്നും, അതായത് ഫാലസീസ് ഓഫ് ഇൻഫറൻസിൽ നിന്നും വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റും. സോ ലോജിക്കൽ റീസണിങ് ഇസ് ബേസിക്കലി വെരി ടഫ് എന്നല്ല, പക്ഷേ വി നീഡ് ടു പുട്ട് ഇൻ എ ബിറ്റ് ഓഫ് എഫേർട്ട് എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. സിമിലർലി വി ഹാവ് യൂണിറ്റ് 7, ദാറ്റ് ഇസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ പറഞ്ഞ പോലെ തന്നെ ദിൽ ബി എ ടേബിൾ ഗിവൻ. ആ ഒരു ടേബിൾ ബേസ്ഡ് ആയിട്ട് 5 ചോദ്യങ്ങളായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്നും വരാൻ പോകുന്നത്. സോ ഇതിൽ നമ്മൾ മറ്റേ ഏരിയാസ് ഒക്കെ വെറുതെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ എവിടെയും ചോദിക്കുന്ന ഒരു സാധനമല്ല. ഇറ്റ് ഇസ് ലൈക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, ടേബിളിന്റെ ബേസിസിൽ 5 ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നമുക്ക് ഷോർട്ടായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ വി ഡോണ്ട് ഹാവ് ടു ഫോക്കസ് ഓൺ ദി അതർ ഏരിയാസ് ബേസിക്കലി. പക്ഷെ നമ്മളിവിടെ കൂടുതൽ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഇസ് ദ കീ എന്നുള്ളതാണ്. PYQs ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് എത്താം. അതായത് ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഒന്ന് ആവറേജ്, പിന്നെ ഒന്ന് പെർസെൻറ്റേജ്, സിമിലർലി പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ്. ഈ 3 ആസ്പെക്ട് ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും നമുക്ക് കാണാൻ പറ്റുക. സോ അത് ബേസ്ഡ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും PYQs ആയിരിക്കും ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് പ്രാക്ടീസ് ഇസ് എ മെയിൻ കീ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. Then coming to the unit 8, that is ICT or Information and Communication Technology. This is also a very simple topic. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സിമിലർലി ഇന്റർനെറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് നമ്പർ സിസ്റ്റം ആയിരിക്കും. എങ്ങനെ ഒരു നമ്പർ നമുക്കൊരു ബൈനറി ഫോമിലേക്ക് മാറ്റാം, ആ ഒരു കൺവേർഷൻ സാധനമായിരിക്കും നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് നോക്കേണ്ടി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. So that is all about Unit 8, Information and Communication Technology. Then we have Unit 9, People, Development and Environment. Okay. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മേജർലി നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. സിമിലർലി മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇവിടെയും നമ്മളൊരു PYQs അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ സീ ദാറ്റ് ദെയർ ഇസ് എ ക്ലിയർ ഷോട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിലായിരിക്കും നമ്മുടെ ഒരു കോച്ചിങ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ലൈക്ക് വിൽ ബി ഫോക്കസിങ് ഓൺ ദീസ് ഏരിയാസ്, മില്ലേനിയം ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ആൻഡ് എൻവയൺമെന്റ് ഇന്ററാക്ഷൻ, സിമിലർലി പൊല്യൂഷൻ, ഡിഫറെന്റ് ടൈപ്സ്, എയർ, വാട്ടർ, സോയിൽ, നോയ്സ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളതും. സിമിലർലി വി ഹാവ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. സിമിലർലി നമുക്ക് കുറേ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ പ്ലാൻസ് നമുക്കറിയാം. ഇപ്പോൾ മോൺട്രിയോൾ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ,
അതുപോലെ തന്നെ പാരീസ് എഗ്രിമെന്റ്, ഒരു എൻവയൺമെന്റിന്റെ ഒരു കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ പല തരം എന്താ പറയാ എഗ്രിമെന്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പല ആക്ടുകളുണ്ട്, പല എഗ്രിമെന്റ്സ് ഉണ്ട്, പല പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് ഏത് വർഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, എവിടെയായിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, വാട്ട് വാസ് ദ മെയിൻ എജൻഡ ബിഹൈൻഡ് ദാറ്റ്, ഇതൊക്കെ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ്. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ദേ വിൽ ഹാവ് എൻ അപ്പർ ഹാൻഡ്. ഈ പറയുന്ന പോലെ പൊല്യൂഷൻ ഒക്കെ കുറച്ചും കൂടി ഈ pH വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വി വുഡ് ഹാവ് മച്ച് മോർ ഐഡിയ അബൌട്ട് ഇറ്റ്. പിന്നെ വരുന്ന ലാസ്റ്റ് ഏരിയ ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഹയർ ലേണിംഗ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു, ഇപ്പം ഏതൊക്കെ സിസ്റ്റംസ്, അതിൽ മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇപ്പം ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതായിരുന്നു, അതല്ലെങ്കിൽ എത്രത്തോളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എത്രത്തോളം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എത്രത്തോളം സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ബേസിക്കലി നമ്മൾ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. Okay. Then we have oriental and non-conventional learning programs in India, professional, technical and skill-based education, value education, environmental education, policies, governance and administration. ഇങ്ങനെ പല ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ഓൾസോ കുറച്ച് നമ്മളൊന്ന് എഫേർട്ട് ഇടേണ്ട, കുറച്ചൊന്ന് നമ്മൾ റോ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ചില സാധനങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ടോട്ടൽ എണ്ണം, ഓർ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ടോട്ടലായിട്ടുള്ള എണ്ണം, ഇതൊക്കെ നമ്മൾ ചിലപ്പം ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓർ നമ്മൾ ചിലപ്പോൾ മെമ്മറൈസ് ചെയ്യേണ്ട ചില ഫാക്ടർ. മെമ്മറൈസേഷൻ ഇസ് എ കീ ആസ്പെക്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബേസിക്കലി ബിക്കോസ് ഇറ്റ് ഇസ് മോർ റിലേറ്റഡ് ടു ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ്, അങ്ങനത്തെ കുറച്ച് ആസ്പെക്റ്റ് ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ഏരിയാസിനും വെറും 5 ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. സോ ഈ 5 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മൊത്തമായിട്ടുള്ള സിലബസ് ഇരുന്നിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ ടാക്ടിക്കലായിട്ട് PYQ അനാലിസിസിലൂടെ പോയി കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഈ പറയുന്ന 10 ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കീ നോട്ട് ഇസ് ദാറ്റ് നമുക്ക് ഈ പറയുന്ന പോലെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 5 ചോദ്യങ്ങൾക്കും ഈച്ച് കറക്റ്റ് ആൻസർ വിൽ ഹാവ് 2 മാർക്സ്. അതുപോലെ തന്നെ നമുക്ക് PSCയിലൊന്നും വരുന്ന പോലെ നെഗറ്റീവ് സ്കോറിംഗ് ഇതുവരെ UGC നെറ്റിൽ വന്നിട്ടില്ല, വിച്ച് ഇസ് എ കീ പ്ലസ് പോയിന്റ്. ഇപ്പൊ എപ്പോഴാണ് ഇനി UGC ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് മുമ്പേ നമ്മൾ നെറ്റ് ക്രാക്ക് ചെയ്യുക, JRF ക്രാക്ക് ചെയ്ത് സേഫ് സോണിലാവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യെറ്റ് അനദർ ആസ്പെക്ട്. സോ ഈച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ ഈച്ച് കറക്റ്റ് ആൻസർ വിൽ ഹാവ് 2 മാർക്സ്. അതുപോലെ തന്നെ തെറ്റായി കഴിഞ്ഞാൽ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ്, 0 എന്നുള്ളൊരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് 3 മണിക്കൂറുകളാണ് എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50 ചോദ്യങ്ങളാണ് പേപ്പർ 1-ന്ന്, 100 ചോദ്യങ്ങളാണ് നമ്മുടെ പേപ്പറിൽ നിന്ന്. ലൈക്ക് ഇഫ് ഐ ആം ഫ്രം ഏത് ഇതാണ്, ഇപ്പം നമ്മൾ ഹിസ്റ്ററി എന്നാണെങ്കിൽ ഹിസ്റ്ററിന്ന് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമ്മൾ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും 3 hours എന്ന് പറയുമ്പം 1 hour പേപ്പർ 1-നും 2 hours പേപ്പർ 2-നും. ലൈക്ക് ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റബിൾ. കാരണം നമുക്ക് പേപ്പർ 1-ൽ ഈ പറയുന്ന പോലെ കുറച്ച് മാത്സ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ 15 minutes എടുത്തു എന്ന് വിചാരിച്ചിട്ട് ലൈക്ക് നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ പേപ്പറിൽ കുറച്ചും കൂടി തിയറട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. സോ അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 2 മാർക്കാണ് ഈച്ച് കറക്റ്റ് ആൻസറിന് കിട്ടുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് ദിൽ ബി എ സിംഗിൾ ക്വസ്റ്റ്യൻ വിത്ത് 4 ഓപ്ഷൻസ്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കുത്തിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2 മാർക്സ്, ഓർ തെറ്റിക്കഴിഞ്ഞാൽ ദിൽ ബി 0 മാർക്സ്. നോ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ ദ കീ തിങ് ഈസ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നെറ്റ് JRF കിട്ടി ബി ഓൺ ദ സേഫ് സോൺ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ചിന്തിക്കാം. അതുപോലെ തന്നെ എപ്പോഴും ഈ പറയുന്ന പോലെ നെറ്റ് JRF എന്നൊക്കെ വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഒരു കീ ആസ്പെക്റ്റ് ആണ് എന്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഹാസ് ബിക്കം വെരി മച്ച് മാൻഡേറ്ററി. അതായത് ഇപ്പം ആ ഒരു ട്രാൻസിഷനിലാണ്. നെറ്റ് ഇല്ലെങ്കിൽ ഇനി നമുക്ക് കോളേജസിൽ പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ടീച്ചിങ്ങിന്റെ ഒരു വളരെയധികം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ബേസിക് റിക്വയർമെന്റ് ആയിട്ട് നെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്. സിമിലർലി JRF എന്ന് പറയുന്നത് നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 5 വർഷം കൊണ്ട് നിങ്ങൾ ഒബ്വിയസ്ലി
ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണലി നിങ്ങൾ സെറ്റ് ആവും. ലൈക്ക് വിൽ ബി ഹാവിങ് എ ഡോക്ടറേറ്റ്. അതിൻ്റെ കൂടെ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ആംപിൾ എമൗണ്ട് ഓഫ് മണി എവറി ഇയർ ആസ് ഫെലോഷിപ്പ്. അപ്പം നിങ്ങൾ എഡ്യൂക്കേഷണലിയും അതുപോലെ തന്നെ എക്കണോമിക്കലിയും ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് JRFൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു December 2025 തന്നെ നെറ്റ് JRF ക്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നത്. വി ഹാഡ് ഇൻട്രൊഡ്യൂസ് ദ കോഴ്സ് ഫീച്ചേഴ്സ്. സിമിലർലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി സിലബസ് അനാലിസിസ്. സോ ഐ ഹോപ്പ് എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.